ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, അലൈൻസ് വർക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ക്ലോത്ത് എടുക്കാം. ക്രോസ് പീസിൻ്റെ നെക്കിൽ ക്രോസ് പീസിന് വെച്ച് കൊടുത്ത് നമുക്ക് നെക്ക് ഫുള്ള് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. നെക്ക് ഫുള്ള് ക്രോസ് പീസിനെ വെച്ചെടുത്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കാണ്ട് നെക്കിനെ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ നെക്കിൻ്റെ ഇവിടെ ഓരോ കട്ടിങ് ഇട്ട് കൊടുക്കാം. കൂടുതൽ തുമ്പ് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ചെറിയ ഓരോ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. ചുളിവില്ലാതെ നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന്മേൽ തട്ടാതിരിക്കട്ടോ. ജസ്റ്റ് ഇത് നല്ല വശത്തോട്ട് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും കൂടെ മടക്കി തയ്ച്ചു കൊടുക്കുക. ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നമുക്ക് ക്രോസ് പീസിനെ വെച്ചിട്ട് മടക്കി തയ്ച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇതിന് ബാക്കിലെ വശത്തോട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് മടക്കിയിട്ട് തയ്ച്ച് ഫ്രണ്ട് വശം ഈ രീതിയിൽ നിൽക്കുന്ന പോലെ തയ്ച്ചു കൊടുക്കാം. അതിനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നെക്കിനെ തയ്ച്ചു കൊടുക്കാം. വേറൊരു കളർ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് ക്രോസ് പീസിനെ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഫിനിഷിങ്ങിൽ വെച്ച് കൊടുത്തിട്ട് നെക്കിനെ തയ്ച്ചു കൊടുക്കും. കറക്റ്റ് നെക്കിൻ്റെ റൗണ്ട് പോർഷനൊക്കെ വരുമ്പോൾ കറക്റ്റാക്കി പിടിച്ചു കൊടുക്കുക. എന്നിട്ട് തയ്ച്ചു കൊടുക്കുക. നമ്മളങ്ങനെ ക്രോസ് പീസിനെ വെച്ച് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോളാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ആം ഹോളിനെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ചെറുതാക്കി മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുക. ഒരു ക്ലോത്ത് ആണെങ്കിൽ, ലൈനിങ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല വശത്ത് വെച്ചിട്ട് തയ്ച്ചു കൊടുത്ത് ചീത്ത വശത്തോട്ട് ലൈനിങ്ങിനെ മറിച്ചിട്ട് കൊടുത്താൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. നമുക്ക് പെറ്റിക്കോട്ട് തയ്ച്ച പോലെ തന്നെ കൈ ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെ മടക്കിയിട്ട് ചെറുതാക്കി മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ വേണമെങ്കിൽ ക്രോസ് പീസിനെ തന്നെ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. ക്രോസ് പീസിന് എല്ലാവർക്കും വെക്കാൻ അറിയണതാണ്. നമ്മൾ ജബല അതുപോലെ തന്നെ ബിബിലൊക്കെ നല്ല രീതിയിൽ തന്നെ ക്രോസ് പീസിനെ വെക്കുന്നത് പഠിച്ചതാണ്. താഴ്വശം പിന്നീട് എങ്ങനെയാണ് അടിക്കാന്നുള്ളതെന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഡൗട്ട്. താഴ്വശം നമ്മൾ കട്ട് ചെയ്തതിനനുസരിച്ചിട്ട് ചെറുതാക്കി ഒന്ന് മടക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മടക്കി തയ്ക്കണ പോലെ തന്നെ, സാധാരണ തയ്ക്കണ പോലെ തന്നെ മടക്കി തയ്ച്ചു കൊടുക്കുക. മടക്കി തയ്ച്ചു കൊടുക്കുമ്പോൾ നമ്മൾ വിരൽ കൊണ്ട് ഇങ്ങനെ പിടിച്ച് കൊടുത്താൽ മതി. നല്ലോണം വലിച്ചു കൊടുക്കാതെ ഇരിക്കുക. ക്ലോത്തൊക്കെ നല്ലോണം വലിച്ചു കൊടുത്താൽ ക്ലോത്തിൻ്റെ ഷേപ്പ് ഒന്ന് വലിഞ്ഞു പോവും. ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് ഞാൻ മടക്കി വെച്ച് കൊടുത്തിട്ട് ഈ രീതിയിലൊന്ന് വെച്ച് കൊടുത്തിട്ട് തയ്ച്ചാൽ മതി.
ഈ ഒരു രീതിയിൽ രണ്ട് സൈഡിനും തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് ഷേപ്പ് അനുസരിച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. സൈഡൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. രണ്ട് സൈഡും ചെറിയൊരു ഷേപ്പ് ഉണ്ടാകും. ഫ്രണ്ടിലോട്ടൊന്ന് കുറച്ച് ആർച്ച് രൂപത്തിലുണ്ടാകും.